16 അന്താരാഷ്ട്ര കടലാമ ദിനം. ഗുരുതര വംശനാശ ഭീഷണി നേരിടുന്ന കടലാമകളെ സംരക്ഷിക്കേണ്ടതിൻ്റെ ആവശ്യകത തിരിച്ചറിഞ്ഞാണ് അന്താരാഷ്ട്ര കടലാമ ദിനം നടത്താൻ ആരംഭിച്ചത്. ആശ്ചര്യജനകമായ ഒട്ടേറെ കഴിവുകളുള്ള കടലിലെ ആവാസ വ്യവസ്ഥയുടെ സുപ്രധാന കണ്ണിയായ കടലാമയുടെ ജീവിതവിശേഷങ്ങളിലേക്ക് ഏവർക്കും സ്വാഗതം. ചെറുമത്സ്യങ്ങളും തോടോടു കൂടിയ ജലജീവികളും കടൽ സസ്യങ്ങളുമാണ് ഇവയുടെ ആഹാരം. കരയിലും ശുദ്ധജലത്തിലുമൊക്കെ വസിക്കുന്ന ആമകൾക്ക് തലയും കൈകളും പുറത്തേക്ക് നീട്ടാനും പുറമേ കാണാത്ത വിധം തോടിനുള്ളിലേക്ക് പിൻവലിക്കാനും കഴിയുമെങ്കിൽ കടലാമയ്ക്ക് തലയും കൈകളും വാലും തോടിനുള്ളിലേക്ക് പിൻവലിക്കാൻ കഴിയില്ല. 50-ലേറെ ചെറു അസ്ഥികൾ ചേർന്ന കടലാമത്തോട് പച്ച, മഞ്ഞ, തവിട്ട്, വെള്ള, കറുപ്പ് തുടങ്ങിയ ബഹുവർണ്ണത്തിലാണ് ഉള്ളത്. കാലിനേക്കാൾ നീളം വാലിന് ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ആൺകടലാമയാണെന്ന്. മറ്റ് ആമകളെപ്പോലെ കടലാമയ്ക്കും പല്ലില്ലെങ്കിലും കല്ലു പിളർക്കും ശക്തിയിൽ കടിക്കാൻ സാധിക്കും. ലെതർ ബാക്ക് സീ ടർട്ടിൽ, ഗ്രീൻ സീ ടർട്ടിൽ, ലോഗർ ഹെഡ് ടർട്ടിൽ, പെപ്സ് റിഡ്ലി സീ ടർട്ടിൽ, ഒലിവ് റിഡ്ലി സീ ടർട്ടിൽ, ഫോക്സ് ബിൽ സീ ടർട്ടിൽ, ഫ്ലാറ്റ് ബാക്ക് സീ ടർട്ടിൽ എന്നിങ്ങനെ 7 ഇനങ്ങളിലായി കടലാമകളെ തിരിച്ചിരിക്കുന്നു. 3 മീറ്റർ നീളവും 1.5 മീറ്റർ വീതിയും 1 ടൺ ഭാരവും കൈവരിക്കുന്ന ലെതർ ബാക്ക് സീ ടർട്ടിലാണ് ഏറ്റവും വലിയ ഇനം. ഡെർമോക്കെലിയുടെ ഫാമിലിയിലെ ഏക അംഗവും അതുതന്നെ. ബാക്കി 6 ഇനം കടലാമകളും എലോനിഡെ ഫാമിലിയാണ്. മറ്റ് കടലാമകളിൽ നിന്ന് വ്യത്യസ്തമായി തോടിന് പകരം തോലാണ് ലെതർ ബാക്ക് സീ ടർട്ടിലിൻ്റെ ശരീരത്തെ പൊതിഞ്ഞിരിക്കുന്നത്. 4ാമത്തെ വലിയ ഉരകം കൂടിയാണ് അത്. കാഠിന്യം ഏറ്റവും കൂടിയ തോടിനുടമയായ ലോഗർ ഹെഡ് സീ ടർട്ടിലാണ് വലിപ്പത്തിൽ 2ാം സ്ഥാനം. കേസ് റിഡ്ലി സീ ടർട്ടിലാണ് ഏറ്റവും ചെറിയ ഇനം. കടലാമകൾക്കിടയിലെ സസ്യബുക്കാണ് ഗ്രീൻ സീ ടർട്ടിൽ. ആന്തരാവയവങ്ങളെ പൊതിഞ്ഞും പുറന്തോടിന് അടിയിലുമായി പച്ച നിറത്തിലുള്ള കൊഴുപ്പ് ശേഖരമാണ് ഗ്രീൻ സീ ടർട്ടിൽ എന്ന പേരിന് ആധാരം. ആൺകടലാമകൾ അന്യോന്യം ഏറ്റുമുട്ടിയാണ് ഇണയെ സ്വന്തമാക്കുക. വിജയകരമായ ഇണചേരലിന് ശേഷം 2 ആഴ്ചയ്ക്കകം മുട്ടകൾ രൂപപ്പെടും. ജനിച്ച തീരത്ത് തന്നെയാണ് മുട്ടയിടുക. 6 ഇനം കടലാമകളും വേനലിലാണ് ഇണചേരുന്നത്. ലോഗർ ഹെഡ് സീ ടർട്ടിലാകട്ടെ മഞ്ഞുകാലത്തും. ബ്രീഡിങ്ങിനായി ഏറ്റവും കൂടുതൽ സഞ്ചരിക്കുന്ന കടലാമ ഇനം ലെതർ ബാക്ക് സീ ടർട്ടിലാണ്. 5000-ലേറെ കിലോമീറ്റർ ഇവ സഞ്ചരിക്കും. 3.5 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ വിസ്തൃതിയിലുള്ള ലോകത്തെ ഏറ്റവും വലിയ പവിഴപ്പുറ്റ് ശൃംഖലയായ ഗ്രേറ്റ് ബാരിയർ റീഫിൽ ആയിരക്കണക്കിന് കടലാമകളുടെ സ്ഥിരം സാന്നിധ്യമുണ്ട്. സ്കൂബ ഡൈവിംഗ്, സ്നോർക്കലിംഗ് തുടങ്ങിയ വിനോദപ്രിയരുടെ ഇഷ്ടസങ്കേതമാണ് അവിടം. വംശനാശ ഭീഷണിയുടെ നിഴലിലാണ് കടലാമകൾ. ആവാസ വ്യവസ്ഥയുടെ ശോഷണം, കാലാവസ്ഥാ വ്യതിയാനം, അനിയന്ത്രിത വേട്ട എന്നിവയാണ് കാരണങ്ങൾ. പുരാതന പെറുവിലെ മൊച്ച ജനത ഉൾപ്പെടെ കടലാമകളെ ആരാധിച്ചിരുന്ന സമൂഹങ്ങളും ഒട്ടേറെ. അവരുടെ വിശ്വാസ പ്രമാണങ്ങളിലും ചിത്രകലയിലും കടലാമയ്ക്ക് പ്രധാന സ്ഥാനമാണ് ഉണ്ടായിരുന്നത്. കടലാമയുടെ സംരക്ഷണത്തിലൂടെ ലോക ശ്രദ്ധ നേടിയ കരീബിയൻ ദ്വീപ സമൂഹമാണ് കെയ്മാൻ ഐലൻഡ്സ്. ലോകത്തെ സീ ടർട്ടിൽ ഫാം സ്ഥാപിതമായതും അവിടെയാണ്. ജെല്ലി ഫിഷ് ആണെന്ന് കരുതി പ്ലാസ്റ്റിക് വിഴുങ്ങുന്നത് മൂലം മാത്രം വർഷാവർഷം ആയിരക്കണക്കിന് കടലാമകൾക്കാണ് ജീവൻ നഷ്ടമാകുന്നത്. ഇവയുടെ വംശനാശ ഭീഷണി മത്സ്യസമ്പത്തിൻ്റെ വൻ ഇടിവിനും കാരണമാകും.